ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസി എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് റിസർവിനെ കുറിച്ചും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. കാരണം ഈ ചോദ്യം അഡ്മിഷന്റെ അകത്തും റിട്ടയർമെന്റ് അകത്തും ഒരുപോലെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഡ്മിഷന്റെ അകത്ത് റിട്ടയർമെന്റ് അകത്ത് ഒരുപോലെ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് റിസർവും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പറയാണ്. അഡ്മിഷൻ ചോദിച്ചില്ലെങ്കിൽ റിട്ടയർമെന്റ് ചോദിക്കും, റിട്ടയർമെന്റ് ചോദിച്ചാൽ അഡ്മിഷൻ ചോദിക്കും. ഇതിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ജേണൽ എൻട്രിയാണ്. ഈ ഒരു ഒറ്റ പാറ്റേൺ പഠിച്ചു വെച്ചാൽ മതി. അഡ്മിഷൻ സമയത്ത് നമുക്ക് ആദ്യം പഠിച്ചു വെക്കാം. അഡ്മിഷൻ സമയത്ത് റിസർവ് വരികയാണെങ്കിൽ റിസർവ് എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട അഡ്മിഷൻ സമയത്ത് റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ റിസർവിന്റെ അതേപോലെ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുക്കുക. എക്സാമിനേഷന് പ്രോഫിറ്റ് അല്ല ചോദിക്കാറ്, റിസർവിന്റെ ലോസ് ആണ് ചോദിക്കാറ്. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് എന്നാണ് പറയുക. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ലോസ് ആണ്. ലോസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ ഒരിക്കലും പ്രോഫിറ്റ് എന്ന് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് സമയത്ത് ഓൾഡ് എന്നതിന് പകരം ഓൾ ആവും. റിസർവ് ആണെങ്കിൽ റിസർവ് അക്കൗണ്ട് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ റിസർവ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ഓൾ പാർട്ട്നേഴ്സ്. എല്ലാവർക്കും റിട്ടയർ ചെയ്യുന്ന പാർട്ട്നറും കൊടുക്കണം. അപ്പോൾ ലോസ് ആണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഈ എൻട്രി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലെ 2 ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് എക്സാമ്പിൾ. നോക്കിക്കോ എക്സാമ്പിൾ. സി ജിനു മനു are partners in a firm sharing profits and losses in the ratio of 3:2. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. They admit Renu as a new partner. There was a balance in the 50,000 in the reserve and 5,000 in the profit loss account. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന്റെ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾഡ് റേഷ്യോ 3:2 ആണ്. ഓൾഡ് റേഷ്യോ 3:2 അഡ്മിഷനും ആണെങ്കിൽ ആദ്യം റിസർവ് എടുക്കാം. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ജിനു ഉണ്ട്, ജിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ടു മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 50,000 ആണ്. 3:2 ആണ്. 30,000ഉം അതുപോലെ തന്നെ 20,000ഉം വരും. നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ലോസ് ആണ്. ഓപ്പോസിറ്റ് എൻട്രി വരണം. ജിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, മനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. എത്ര ടോട്ടൽ എമൗണ്ട്? 5,000 ആണ്. അപ്പോൾ എങ്ങനെ വരും? 3,000ഉം 2,000 വരും. ഇത് അഡ്മിഷൻ ആണെങ്കിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം. ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇനി റിട്ടയർമെന്റ് ആണെങ്കിൽ നോക്കിയേ. നിയ, സാറ, നെബു ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. ഈക്വൽ പാർട്ട്നേഴ്സ് പറയാൻ 1:1:1 ആണ്. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ആരാ റിട്ടയർ? നെബു റിട്ടയർ ചെയ്യുന്നു. ആര് വേണമെങ്കിൽ റിട്ടയർ ചെയ്തോട്ടെ. റിട്ടയർമെന്റ് ബാലൻസ് ഷീറ്റ് ഷോഡ് ജനറൽ റിസർവ് ഓഫ് ₹60,000 ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് 30,000. എപ്പോഴും ലോസ് ആണ്. കാരണം ഒരു ഓപ്പോസിറ്റ് എൻട്രി കുട്ടി എഴുതേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെബിറ്റ് ലോസ് തന്നെ വരുന്നത്. ആദ്യം നമുക്ക് റിസർവ് എടുക്കാം. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു നിയാസ് ക്യാപിറ്റൽ, ടു സാറാസ് ക്യാപിറ്റൽ, ടു നെബൂസ് ക്യാപിറ്റൽ. ഓക്കെ, 60,000 ആണല്ലോ. 1:1:1 ആണല്ലോ. അപ്പോൾ എങ്ങനെ കൊടുക്കാം? 20,000 ആൻഡ് 20,000. ഓക്കെ, ഇനി അക്യുമുലേറ്റഡ് ലോസ് ആണ്. ലോസ് ആ സമയത്ത് മൂന്ന് പാർട്ട്നേഴ്സിനെയും ഡെബിറ്റ് ചെയ്യണം. സോ നിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സാറാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, നെബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്ര ടോട്ടൽ എമൗണ്ട് വരുന്നത്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ലോസ് വരുന്നത് 30,000 ആണ്. ഈസിയാണ്. 30,000 ആ സമയത്ത് 10,000, 10,000. ഓക്കെ അല്ലേ? സി ഇങ്ങനെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ലോസ്, റിസർവ്. അതിൽ പ്രോഫിറ്റ് എക്സാമിന് ചോദിക്കുന്ന സാധ്യത കുറവാണ്. എന്തായാലും നമ്മൾ പഠിച്ചു വെച്ചോളൂ. ഈ എൻട്രീസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും ഈ ചോദ്യം വരികയാണെങ്കിൽ അഡ്മിഷനിലോ റിട്ടയർമെന്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.